നമസ്കാരം. ഇതിനു മുമ്പുണ്ടായ നമ്മൾ പറഞ്ഞു നിർത്തിയത് കഥ പരീക്ഷത്തിന് പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യം, അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ്. പരീക്ഷത്തിന് ഇപ്പോൾ ഒരു ശാപം കിട്ടി. ആ ശാപത്തിൽ നിന്ന് ഇനി അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല. പക്ഷെ അതേസമയം ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം, അതാണ് ഇന്നത്തെ കഥ നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ കഥയില് പരീക്ഷത്തിന്റെ ആ ഒരു ശാപത്തിനെ തുടർന്ന് അദ്ദേഹം തന്റെ രാജ്യഭരണം എല്ലാം മകനെ ഏൽപ്പിക്കും, ജനമേജയനെ ഏൽപ്പിച്ച് ഇനി എന്റെ സമയമായി, ഈശ്വരനിലും മനസ്സുറപ്പിക്കേണ്ട നേരമാണിപ്പോ എന്ന് കരുതി അദ്ദേഹം വ്രതം ഉപവാസം എടുക്കാൻ ആരംഭിച്ചു. ആ സമയത്ത് പക്ഷെ അദ്ദേഹം അത്രയും നല്ലവനായ ചക്രവർത്തി ആയതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തിനെ എങ്ങനെ രക്ഷിക്കാം, പാമ്പിന്റെ കടി ഏൽക്കാതെ സർപ്പദംശനം ഏൽക്കാതെ എങ്ങനെ രക്ഷിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി ഒരു തുറങ്ക് പോലെ ഒരു കല്ല് വെച്ചുള്ള സ്തംഭങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു ഉറുമ്പിന് പോലും കടക്കാൻ പറ്റാത്ത വിധത്തില് ഒരു കൊട്ടാരം, പക്ഷെ അത് കല്ലുകൊണ്ടാണ്. ആ കല്ലിന്റെ താഴെയെല്ലാം സർപ്പത്തെ നിരോധിക്കുന്ന തരത്തിലുള്ള മന്ത്രത്തകിടുകളൊക്കെ വെച്ച് പുറത്ത് പുരോഹിതന്മാര് ബ്രാഹ്മണന്മാരെല്ലാം വേദങ്ങളും മന്ത്രങ്ങളും ഉരുവിട്ടുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹത്തിന് എങ്ങനെയും രക്ഷിക്കണമെന്ന് വിചാരിച്ചത്. ഇതെല്ലാം ഒരു വഴിക്ക് നടക്കുന്നു. ആ സമയത്ത് വേദവ്യാസന്റെ മകൻ ശ്രീശുകൻ അവിടേക്ക് എഴുന്നള്ളുന്നു. 16 വയസ്സുള്ളൂ. അദ്ദേഹം അപ്പോഴേക്കും ബ്രഹ്മർഷിയാണ്, ബ്രഹ്മജ്ഞാനം അറിഞ്ഞിട്ടുള്ള ദിവ്യ മുനിയാണ്. അദ്ദേഹം അവിടെ എത്തിപ്പെട്ടു. അപ്പൊ അദ്ദേഹം അവിടെ എത്തിപ്പെട്ട ഉടൻ എല്ലാ മഹർഷിമാരും എല്ലാ മന്ത്രിജനങ്ങളെല്ലാം പരീക്ഷത്തിന് എങ്ങനെയെങ്കിലും താങ്കൾ പറഞ്ഞ് ഭഗവത് കഥകൾ പറഞ്ഞ് മനസ്സിനെ ശാന്തമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. അത് കേട്ട ശ്രീശുകൻ ശരി, ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് ഉറപ്പിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ കഥ തുടങ്ങുന്നത്. പരീക്ഷത്തിന്റെ പ്രാണവേദന എന്ന് പറയില്ലേ, നമ്മൾക്ക് ഇനി ജീവൻ ഉണ്ടാകുമോ, ഇനി എന്തു ചെയ്യും, 7 ദിവസം എന്നൊരു നമുക്കറിയാമെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ ഒരു മനസ്സിന്റെ അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ മനസ്സിനെ എങ്ങനെ പിടിച്ചു നിർത്താം, അതിനുള്ള ഒരേ ഒരു ഉപാധിയാണ് ഭക്തി, അഥവാ ഈശ്വരനുള്ള മുഴുവനായിട്ടുള്ള ആശ്രയം. ഇവിടെ ശ്രീശുകൻ ആദ്യം തന്നെ ചക്രവർത്തിയെ കാണുമ്പോൾ പരീക്ഷിത്ത് ചക്രവർത്തി അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഗുരു, എനിക്ക് ഭഗവാനിൽ മനസ്സുറപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ളൊരു വഴി പറഞ്ഞു തന്നാലൊന്നാണ്. അപ്പോ ശ്രീശുകൻ ആദ്യം തന്നെ തുടങ്ങുന്നത്, നമുക്ക് കൃഷ്ണൻ അഥവാ വിഷ്ണുവിന്റെ ആ അലങ്കാരത്തോടു കൂടെ മുഴുവനായിട്ടുള്ള അലങ്കാരം ഉണ്ടല്ലോ, എന്തൊക്കെയാ, ശംഖ ചക്ര ഗദാഹസ്തം അങ്ങളും ആ 4 ഹസ്തങ്ങൾ, ശംഖ ചക്രം ഗദ, അങ്ങനെയുള്ള ഹസ്തങ്ങളോടുകൂടെ പ്ലസ് മഞ്ഞ പട്ടുടുത്ത് ഗോപി ചന്ദനക്കുറിയെല്ലാം അണിഞ്ഞ് രത്നമാലയും തുളസി മാലയെല്ലാം അണിഞ്ഞിട്ടുള്ള ആ മുഴുവൻ രൂപത്തോടു കൂടെ നമുക്ക് ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കാം. അതല്ലെങ്കിൽ ഈ 14 ലോകങ്ങളും ഈ ഭഗവാന്റെ സൃഷ്ടിയാണെന്ന് കരുതിയിട്ട് അങ്ങനെ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. ഇനി ഇതിനൊന്നും നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ഏറ്റവും ലളിതമായിട്ട് ഭഗവത് കഥകൾ പറയുക, അല്ലെങ്കിൽ ഭഗവത് കഥകൾ കേൾക്കുക. ഇതും ഒരു തരത്തിൽ ഭക്തിയാണ്. പിന്നെ കലിയുഗത്തിൽ ഏറ്റവും നല്ലത് ശ്രീനാമം, ഭഗവാന്റെ നാമം ഉരുവുക. ഇതിൽ ഏത് തന്നെ ചെയ്താലും കുഴപ്പമില്ല. ഇതിൽ ഏതാണ് ചക്രവർത്തിക്ക് ഇഷ്ടമെങ്കിൽ ചെയ്യുക എന്നാണ് പറയുക. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ എന്തൊക്കെ തരത്തിലാണ് നമ്മൾ ഈ കലിയുഗത്തിൽ ചെയ്യേണ്ടതെന്ന്. ഒന്നെങ്കിൽ അദ്ദേഹത്തിന് രൂപം ആലോചിക്കാം, അല്ലെങ്കിൽ ഈ 14 ലോകത്തിലെ എല്ലാ സൃഷ്ടികളും ഈശ്വരൻ നമ്മളല്ലേ, അതെല്ലാം കണ്ടുകൊണ്ട് ഈശ്വരനാണെന്ന് കരുതിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുമല്ലെങ്കിൽ ഭഗവത് കഥകൾ കേൾക്കുക, ഭഗവത് കഥകൾ പറയുക, നാമം ചൊല്ലുക. ഇതൊക്കെ പറഞ്ഞിട്ട് ശ്രീശുകൻ പറയാൻ തുടങ്ങുന്നത്, പക്ഷെ ഇതിനുമെല്ലാം ഉപരിയായി നമ്മൾക്ക് ഇനി അറിയേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ഈ സൃഷ്ടി, അല്ലെങ്കിൽ ഈ സൃഷ്ടിക്ക് നമ്മൾ എങ്ങനെയാണ് സമയം കണക്കാക്കുന്നതെന്ന്. അതിനുവേണ്ടി നമുക്ക് ഇന്ന് ഒരു പാലം പോലെ, ഇനിയുള്ള വിഷ്ണു പുരാണം ഇനിയാണ് ശരിക്ക് തുടങ്ങുന്നത്, പക്ഷെ അത് മനസ്സിലാക്കാൻ നമുക്കൊരു സമയത്തിന്റെ അളവ് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ഈ ഞൊട്ട് ഇടില്ലേ, ഒരു വിരൽ കൊണ്ട് ഞൊടിക്കുന്ന ആ സമയം, അതിനെ നമ്മൾ എന്താ പറയാ, ഒരു നിമിഷം, അങ്ങനെയല്ലേ പറയാ. ആ ഒരു നിമിഷം പിന്നെ നമുക്കതെന്താ, നമ്മളുടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അഹോരാത്രാണ് അല്ലെ. ദിവസം എന്ന് പറയുമ്പം രാവിലെയുണ്ട് രാത്രിയുണ്ട്, 12 മണിക്കൂർ പകല് 12 മണിക്കൂർ രാത്രി, അതാവുമ്പോഴാണ് അഹോരാത്രം. അതുകൊണ്ടാണ് അഹോരാത്രം യജ്ഞം നടത്താന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ അഹസും
രാത്രിയുള്ള യജ്ഞം. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇത് മനുഷ്യന്മാരെ സംബന്ധിച്ചിട്ട് മനുഷ്യന്മാരുടെ പൂർവികർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന പിതൃക്കൾ. പിതൃക്കൾ വരുമ്പോഴോ അവർക്കാണ് പക്ഷം. വെളുത്ത പക്ഷം കറുത്ത പക്ഷം കേട്ടിട്ടുണ്ടോ? ഇവിടെ വരുമ്പോൾ ഒരു കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. നമ്മളുടെ 15 ദിവസങ്ങളാണ് അവരുടെ ഒരു ദിവസം, അഥവാ രാവിലെ. ഒരു ദിവസമല്ല, രാവിലെ. നമ്മളുടെ കറുത്ത പക്ഷമാണ് അവരുടെ രാത്രി. അപ്പോ നമ്മളെ 30 ദിവസം കൂടുമ്പോൾ പിതൃക്കൾക്ക് ഒരു ദിവസമേ ആവുള്ളൂ. ഇനി അപ്പോ പിതൃക്കൾക്ക് മുകളിലോ ദേവന്മാര് വരും. ദേവന്മാർക്ക് നമ്മളുടെ 365 ദിവസം വേണം, ഒരു പകലാണ്. ഇങ്ങനെയാണ് ആ സമയത്തിനെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യരുടെ, അത് കഴിഞ്ഞ് പിതൃക്കളുടെ, അത് കഴിഞ്ഞ് ദേവന്മാരുടെ. ദേവന്റെ മുകളിൽ ബ്രഹ്മ, അതിന് മുകളിൽ വിഷ്ണു. ഇതെല്ലാം ചേരുമ്പോഴാണ് ശരിയായിട്ട് നമുക്ക് കാലങ്ങളോളം, ഈ യുഗങ്ങൾ പറയൂലോ, 4 യുഗം പറഞ്ഞില്ലേ, ചതുർയുഗങ്ങള്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇപ്പോഴാണ് കലിയുഗം നടക്കുന്നത്. അതിലെ കൃതയുഗവും ത്രേതായുഗവും ദ്വാപരയുഗവും എല്ലാം കഴിഞ്ഞതും അതിന്റെ അളവുകളും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, കാരണം അതെല്ലാം പറയുമ്പോഴേ ഭയങ്കരമായിട്ട് സങ്കീർണവും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ നമുക്കത് എന്താ ഇതൊക്കെയാണെന്ന് ഒരു സംശയം തോന്നില്ലേ. പക്ഷെ ഇതൊക്കെ കുറച്ചെങ്കിലൊക്കെ അറിഞ്ഞിരിക്കണം. ഇതിലൊരു കാര്യം മനസ്സിലാക്കാം, ബ്രഹ്മാവ് ഒരുപാട് വർഷം, അതായത് ഈ ചതുർയുഗങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, 4 ചതുർയുഗങ്ങള് കൂടിയിട്ട് പറഞ്ഞ നമ്മളുടെ മനുഷ്യന്മാരുടെ വർഷങ്ങള് 43,20,000 വർഷങ്ങൾ എടുക്കും 4 യുഗങ്ങൾ കഴിയാൻ. ഇങ്ങനെ 1000 തവണ ഈ 4 യുഗങ്ങൾ കഴിയുമ്പോഴാണ് ബ്രഹ്മാവിന്റെ പകല് കഴിയുക. അപ്പൊ തന്നെ ഊഹിക്കാല്ലേ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ബ്രഹ്മാവിന്റെ പകല് കഴിഞ്ഞ് ബ്രഹ്മാവ് ഉറങ്ങാൻ പോകുമ്പോൾ നമുക്കിവിടെ പ്രളയമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു കഥ കേൾക്കുന്നതിന്റെ കൂടെ ഒരു കാര്യം കൂടെ, ഇപ്പോ കണ്ടംപററി ആയി നടക്കുന്ന വേറൊരു കാര്യം പറയാം. 2000ത്തിന്റെ തുടക്കത്തിൽ എല്ലാവരും കണ്ടല്ലോ, 2K എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു ലോകം അവസാനിക്കാൻ പോവാ. കാരണം എന്താ കാര്യം വെച്ചാൽ അറിയില്ല, പ്രളയം വരും, എല്ലാം നശിക്കും, നോവയുടെ പേടകം പോലെ ആയിരിക്കും, നോവയുടെ പേടകം പോലെ നിർമ്മിക്കേണ്ടി വരും, എല്ലായിടത്തും മഞ്ഞുരുകും, വെള്ളം പൊങ്ങും. ഇതൊക്കെ എവിടെന്നാ വന്നേ? അതിന്റെ തുമ്പ് ഈ പുരാണത്തിലുണ്ട്. അതാണ് 1000 ചതുർയുഗങ്ങൾ കഴിയുമ്പം ബ്രഹ്മാവിന്റെ പകൽ അവസാനിക്കും, ബ്രഹ്മാവിന്റെ രാത്രിയാവും. ആ രാത്രി സമയത്താണ് പ്രളയം വരിക. ആ പ്രളയത്തിലെല്ലാം പോകും, വീണ്ടും തുടങ്ങും സൃഷ്ടി ഒന്നിൽ നിന്ന് തന്നെ. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ബ്രഹ്മാവിന്റെ പകൽ കഴിയാന്ന് പറയുമ്പോൾ 1000 ചതുർയുഗങ്ങൾ കഴിയണം. ഈ 1000 ചതുർയുഗങ്ങളിൽ 14 മനുക്കളും ഉണ്ടാവും. പിന്നെ നമുക്കൊരു സന്തോഷ വാർത്തയുള്ളത്, ഇപ്പൊ 7ാമത്തെ മനു ആയിട്ടുള്ളൂ. ഇനിയും സമയമുണ്ട്, പക്ഷെ നമുക്ക് കളയാനില്ല. എത്രയും കൂടുതൽ നമ്മൾ ഭക്തിയിലേക്ക് കാലൂന്നുന്നു, നമ്മൾ സ്വയം അർപ്പിക്കുന്നു, അത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാ മോചനങ്ങളും കിട്ടുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കഥ എന്ന് പറയുന്നത്. ഇതൊരു ബ്രിഡ്ജ് മാത്രമാണ്, ഇതൊരു കഥയല്ല. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എല്ലാതും മനസ്സിലാക്കാൻ ഇതാണ് ഏറ്റവും ഉത്തമം. അപ്പോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ഇതൊരു കഥയായിട്ട് ഞാൻ പറയുന്നില്ല, ഒരു കണക്ടിവിറ്റി, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാനുള്ള ഒരു ട്രാൻസിഷൻ മാത്രമാണ് ഇന്നത്തേത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കേൾക്കാം. നന്ദി.